ഇടുക്കി ഇടമലക്കുടി ട്രൈബൽ യു.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ സ്കൂളിൽ പഠിക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. കേരളത്തിലെ ഏക ഗോത്രവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിലെ LP സ്കൂൾ ഈ അധ്യയന വർഷമാണ് അപ്പർ പ്രൈമറി സ്കൂളായി സർക്കാർ ഉയർത്തിയത്. പുതിയ സ്കൂൾ കെട്ടിടത്തിൽ ഹാളാക്കി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള 5 ബോർഡ് മുറികൾ, ഡൈനിങ് ഹാൾ, കിച്ചൺ, വാഷേരിയ, കുട്ടികൾക്കുള്ള പ്രത്യേക വാഷേരിയ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശുചിമുറികൾ എന്നിവയുമുണ്ട്. കൂടാതെ ഡൈനിങ് ടേബിളുകൾ, കസേരകൾ, ക്ലാസ് മുറികളിൽ വൈദ്യുതീകരണം എന്നിവയെല്ലാം ഇതോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട്. 4151 സ്ക്വയർ ഫീറ്റാണ് ആകെ വിസ്തീർണം. പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥയും മറികടന്ന് 66 ലക്ഷം രൂപ ചെലവിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് MP ഫണ്ടിൽ നിന്നും ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ പണിയാം എന്നുള്ളതായി. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ കാലഘട്ടത്തിലാണ് കോവിഡ് ആരംഭിച്ചത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അത് MP ഫണ്ട് പൂർണ്ണമായും മരവിപ്പിച്ചു. അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ തീർച്ചയായും മറ്റു മാർഗമില്ലാതെ അപ്പോൾ ഒട്ടും പഠിക്കാതെ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി സഹകരിച്ച് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് പിന്നീട് ആരാധിക്കുന്നത്. നിർമ്മാണ സാമഗ്രികൾ സൈറ്റിലെത്തിക്കുകയായിരുന്നു പ്രധാന വെല്ലുവിളി. ഇടമലക്കുടിയിലേക്ക് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നിർമ്മിക്കുന്ന കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. BSNL 4G സൗകര്യം 2 മാസം മുൻപ് തന്നെ ഇടമലക്കുടിയിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പരിപാടിയിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അമർപാലി പ്രശാന്ത് സൽവേ, സബ് കളക്ടർമാരായ അരുൺ S. നായർ, ജയകൃഷ്ണൻ VM, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.